പണ്ട് മനുഷ്യരോട് നമ്മൾ പറയും, മൃഗങ്ങളെപ്പോലെ ആകരുത്, നീ എന്ത് ജീവിയാടാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ചോദിക്കുന്നത് മനുഷ്യൻ അതിനേക്കാളൊക്കെ ഉത്തമന്മാരോ അത്യുത്തമന്മാരോ ആണ് എന്ന ഒരു ചിന്തയിലായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യർ പലതും കണ്ടുപഠിക്കേണ്ട ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് മറ്റിതര ജീവികളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ലെഷർട്ട് എക്സ്ചറി എന്ന് പറയുന്ന ഒരു എക്സ്ചറിയിൽ ഒരു അമ്മ ഡോൾഫിൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ വീഡിയോ പുറത്തു വന്നു. ഇൻ്റർനാഷണൽ ജോഗ്രഫിക് റിസർച്ചേഴ്സ് അത് കൃത്യമായി ഡ്രോൺ ക്യാമറയിലൂടെ ദിവസങ്ങൾ പിന്തുടർന്ന് പകർത്തി അത് ലോകത്തെ കാണിച്ചു. അതൊന്ന് കാണാം. ഈ ദൃശ്യങ്ങളാണ് ലോകം മുഴുവൻ കണ്ട് ഒരു അമ്മ മനസ്സിൻ്റെ ദുഃഖം, നൊമ്പരം എത്രമേൽ ഡോൾഫിനുകൾക്ക് പോലും പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി തരുന്നത്. 4 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതിന് ശേഷം 5ാമത്തെ കുഞ്ഞായിരുന്നു ഈ അമ്മ ഡോൾഫിൻ്റെ മുകളിലിരിക്കുന്ന ഈ കുഞ്ഞ്. അതും മരണപ്പെടുകയാണ്. ആ മരണപ്പെട്ട സങ്കടത്തിൽ ആ കുഞ്ഞിനെ വിടാതെ തൻ്റെ ചുമലിലേറ്റി ഏതാണ്ടൊരു 2-3 ദിവസം ആ സങ്കട പെരുമഴയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് വെള്ളത്തിൽ. ബാക്കിയുള്ള ഡോൾഫിനുകൾ നമ്മുടെ നാട്ടിലെ ഒരു അനുശോചനം പോലെ പിന്തുടരുന്നു. മനുഷ്യരുടെ അനുശോചനത്തെ ഒന്നും ഇനിയിപ്പോൾ അതുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എത്രയും പെട്ടെന്ന് അങ്ങ് പിരിയണം, സംസ്കാരം കഴിയണം എന്നുള്ളതാണ് ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം. എത്ര പെട്ടെന്ന് തീരുന്നോ അത്രയും സന്തോഷം, ഒരു കാത്തിരിപ്പില്ലാതെ എന്ന നിലയിലാണുള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ ഡോൾഫിനുകളുടെ ഒരു പ്രത്യേകത, ഇത് 10 മുതൽ 30 വരെ ഡോൾഫിനുകൾ ചേരുന്ന ഒരു കൂട്ടമായി, പോട്സ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെയാണ് ഇത് ഒരുമിച്ച് സഞ്ചരിക്കുക. ഇത് എന്തെങ്കിലും പരസ്പരം പരിക്ക് പറ്റിയാൽ, ഇനി വായു എടുക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് മുകളിലേക്ക് എത്തിച്ച് ശ്വാസമെടുക്കാൻ ഡോൾഫിനുകളെ സഹായിക്കാറുണ്ട് കൂട്ടത്തിലുള്ള ഡോൾഫിനുകൾ. അതുപോലെ തന്നെ കൂട്ടുചേർന്നും ഒത്തുചേർന്നുമാണ് ഇവർ ഇര പിടിക്കുന്നത്. ആശയവിനിമയം നടത്തുന്ന പ്രക്രിയയെ വിസിൽ എന്നാണ് പറയുക. പ്രത്യേകമായി മുഴക്കുന്ന ഒരു ശബ്ദമുണ്ട്. അതിന് ഈ പറഞ്ഞതുപോലെ മനുഷ്യനെപ്പോലെ വോക്കൽ കോഡ്സോ അതുപോലെ അതിനുള്ള പ്രക്രിയ ഒന്നുമില്ല. മറിച്ച് തലച്ചോറിന് താഴെയുള്ള ഫോണിക് ലിപ്സ് എന്ന് പറയുന്ന സവിശേഷമായ ഒരു പോയിന്റിൽ നിന്നാണ് ഈ സിഗ്നേച്ചർ വിസിലുകൾ ഉത്ഭവിക്കുന്നത്. അത് ക്ലിക്കുകളായി എക്കോ ലൊക്കേഷൻ തിരിച്ചറിയുന്ന തരത്തിൽ ആ വിസിൽ ഉത്ഭവിക്കാറുണ്ട്. കൂടാതെ ബേസ്റ്റ് പൾസ്ഡ് ശബ്ദങ്ങളായി പ്രത്യേകതരം ശബ്ദങ്ങളിലൂടെ ആ സന്ദേശങ്ങൾ എത്തിച്ചാണ് ഇത് ഇരപിടിക്കുന്നതും ഒരുമിച്ചൊരു സമൂഹമായി ജീവിക്കുന്നതും നേർക്ക് നേരെ നിൽക്കുന്നതുമൊക്കെ. നമ്മൾ സാധാരണ പറയാറുണ്ട്, പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ പല ജീവികളുടെയും ജീവിതത്തിലൂടെ മനുഷ്യന് പഠിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളെ പടച്ചതമ്പുരാൻ കാണിച്ചു തന്നു എന്ന്. അതിൽ തേനീച്ചയുണ്ട്, ചില മത്സ്യക്കൂട്ടങ്ങളുണ്ട്, പക്ഷിക്കൂട്ടങ്ങളുണ്ട്, ഉറുമ്പുകളുണ്ട്. അങ്ങനെ അടക്കം നിരവധിയായ ജീവികളുടെ ജീവിതകഥയിലൂടെ മനുഷ്യന് പഠിപ്പിക്കുന്ന പാഠം പോലെ ഈ ഡോൾഫിനുകൾ എന്ന ജീവിയിൽ ഈ മാതൃത്വത്തിൻ്റെ ഭാവവും സന്നിവേശിപ്പിച്ചത് അല്ലെങ്കിൽ സന്നിവേശിക്കപ്പെട്ടതിന് ഒരു കാരണം ഉണ്ടാവില്ലേ? അതിൻ്റെ ഉള്ളിലൊരു സോഫ്റ്റ്വെയർ സ്വയം ഉണ്ടായതാവില്ലല്ലോ, ആരോ ഒരാൾ നിർമ്മിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതാവില്ലേ? ആണ്, സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിനെ വിടാതെ ആ ഭാവത്തോടെ ഇത്രമേൽ പിന്തുടർന്ന് അത് കൊണ്ടു നടന്നത്. ഉറപ്പാണത്.